ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് റവയും നേന്ത്രപ്പഴവും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി രുചിയിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പലഹാരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാവുന്നതാണ്. അരിയൊക്കെ കുതിർത്ത് വെക്കാനൊക്കെ മറന്നുപോയാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. റവയും നേന്ത്രപ്പഴമൊക്കെ മിക്കവാറും എല്ലാവരുടെ വീടുകളിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് കുതിർത്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും മിക്സ് ചെയ്തതാണിത്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതിപ്പോൾ 1.5 കപ്പ് തന്നെ മതിയാകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്ര പാൽ വേണമെന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവ നല്ലതുപോലെ പാലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട തികച്ചും ഓപ്ഷണലാണ്. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. മുട്ട ചേർക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. അതേപോലെ തൊലിയൊക്കെ നല്ലതുപോലെ കറുത്ത നേന്ത്രപ്പഴവും നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര പാനിയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഞാനിതുപോലെ ശർക്കര പാനി ഒരുമിച്ചിട്ട് തയ്യാറാക്കി വെക്കാറുണ്ട്. ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഇതാ 15 മിനിറ്റ് ആകുമ്പോഴേക്കും റവ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. പാലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലെ ഉണ്ട്. റവ ഇതുപോലെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് പാലിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പഴവും മുട്ടയും ഒരുമിച്ച് അരച്ചിട്ടുള്ള മിക്സാണിത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ഇതുപോലെ പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് മുട്ട സെപ്പറേറ്റ് വേണമെങ്കിൽ ഇതിലോട്ട് മിക്സ് ചെയ്ത് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഈ പഴം ഇതിൽ യോജിച്ച് കിട്ടണം. അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചിലിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നല്ല പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബാറ്ററിന് ഇപ്പോൾ ഒരു ലൈറ്റ് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ശർക്കര പാനിയും ചേർത്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പിക്ക് ശർക്കര പാനിക്ക് പകരം നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. കാഷ്യൂ നട്ട്സ് എന്തായാലും ചേർത്ത് കൊടുക്കണേ, നല്ല ടേസ്റ്റാണ് ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുറച്ചധികം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വറുത്തെടുത്ത കാഷ്യൂ നട്ട്സിൻ്റെ കൂടെയുള്ള നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കാഷ്യൂ നട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു അപ്പം. ഇനി അഥവാ നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നാണെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഈ ഒരു അപ്പം അത്യാവശ്യം സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും. പഴമൊക്കെ ചേർക്കുന്നതാണല്ലോ. എന്നാലും ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് ഞാൻ അല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, നെയ്യിൽ വറുത്ത കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
പിന്നെ കഴിക്കുന്ന സമയത്ത് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുട്ട ചേർക്കുന്നത് കൊണ്ട് അല്പം ഒന്ന് പൊങ്ങി വരും, ഒരുപാട് അങ്ങ് പൊങ്ങി വരില്ല. എന്നാലും 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതായിരിക്കും, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് ചൂട് പോകാനായിട്ട് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതിന് മിഡിലിൽ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ വെന്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂടിപ്പം നല്ലതുപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് വരുന്നതായിരിക്കും, നെയ്യൊക്കെ തടവിയത് കാരണം. അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടല്ലോ, നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറായി കിട്ടുന്നതായിരിക്കും. വട്ടയപ്പം ഒന്നും ഉണ്ടാക്കുന്ന ആ ഒരു സമയമൊന്നും ഇതിന് വേണ്ടി വരില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു ബൗളിൽ കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് റവ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും അപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 2 കപ്പ് റവയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന അളവൊന്ന് ഡബിൾ ആക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണിത്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കണ്ടല്ലോ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പശുവിൻ പാലാണല്ലോ. അപ്പോൾ പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് എടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലാണെങ്കിലും നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ വായിലിടുമ്പം തന്നെ അലിഞ്ഞു പോകും, അത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. തീരെ കുഞ്ഞു മക്കൾക്ക് പോലും നമുക്കിതിങ്ങനെ നുള്ളി വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും, അത്രക്കും സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.